3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടനിലെത്തി. ചാൾസ് രാജാവിന്റെ അതിഥിയായാണ് ട്രംപിന്റെ സന്ദർശനം. ഭാര്യ മെലാനിയയോടൊപ്പം രാത്രിയാണ് ട്രംപ് എയർഫോഴ്സ് 1 വിമാനത്തിൽ ലണ്ടൻ സ്റ്റാൻസഡ് വിമാനത്താവളത്തിലിറങ്ങിയത്. ട്രംപിന്റെ ബ്രിട്ടനിലെ രണ്ടാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത്. 2019-ലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനം. നാളെ വിൻസർ കൊട്ടാരത്തിൽ വെച്ച് ചാൾസ് മൂന്നാമൻ രാജാവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തും. നാളെ ഒരു വലിയ ദിവസമായിരിക്കുമെന്നാണ് ബ്രിട്ടൻ സന്ദർശനത്തിനെത്തിയ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. രാജാവും ഭരണകൂടവും ചുവപ്പു പരവതാനി വിരിച്ച് സ്വീകരണമൊരുക്കുമ്പോൾ ട്രംപിനെ എതിർക്കുന്നവർ കനത്ത പ്രതിഷേധവുമായി തെരുവിലുണ്ട്. ശക്തമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിട്ടും 70ഓളം വരുന്ന പ്രതിഷേധക്കാർ ഇന്നലെ രാത്രി തന്നെ വിൻസർ കൊട്ടാരത്തിനു മുന്നിൽ ട്രംപിനെതിരെ പ്ലക്കാർഡുകളും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി എത്തി. ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ വിമർശകരും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. സ്റ്റാൻസഡിൽ നിന്നും ഹെലികോപ്റ്ററിൽ ലണ്ടനിലെത്തിയ ട്രംപും മെലാനിയയും യുഎസ് അംബാസിഡറുടെ വസതിയായ വിൻഫീൽഡ് ഹൌസിലാണ് രാത്രി തങ്ങിയത്. ഇന്നു മുതലാണ് വിൻസർ കൊട്ടാരത്തിലെ 2 ദിവസം നീളുന്ന ഔദ്യോഗിക സ്വീകരണ പരിപാടികളും വിരുന്നും ആരംഭിക്കുക. ട്രംപിനോടുള്ള ആദരസൂചകമായി മിലിറ്ററി പരേഡും എയർഫോഴ്സിന്റെ വ്യോമാഭ്യാസ പ്രകടനവും രാത്രിയിൽ അത്താഴ വിരുന്നും ഒരുക്കും. ട്രംപ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിൻസറിലും ടവർ ഓഫ് ലണ്ടനിലും ആചാര വെടികൾ മുഴങ്ങും. ഉച്ചയ്ക്ക് പ്രസിഡന്റിനോടുള്ള ആദരസൂചകമായി ലണ്ടൻ നഗരത്തിൽ യുഎസ് ബ്രിട്ടീഷ് വ്യോമസേനകൾ ഒരുമിച്ച് നടത്തുന്ന ഫ്ലൈ പാസ് പരേഡും നടക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ഒരു മൂന്നാം കക്ഷിയുടെയും മധ്യസ്ഥത അംഗീകരിച്ചിരുന്നില്ലെന്ന് സമ്മതിച്ച് പാകിസ്ഥാനും. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യ പാക് വെടിനിർത്തലുണ്ടായതെന്ന വാദമാണ് പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ധർ തള്ളിയത്. മധ്യസ്ഥയെക്കുറിച്ച് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിരുന്നെന്നും എന്നാൽ ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടെന്ന് അറിയിച്ചെന്നും അൽ ജസീറയ്ക്കു നൽകിയ അഭിമുഖത്തിൽ ഇസ്ഹാഖ് ധർ പറഞ്ഞു. മെയ് 11 രാവിലെ 8:17 മാർക്കോ റുബിയോ വഴി എനിക്ക് വെടിനിർത്തൽ വാഗ്ദാനം വരുന്നത്. ഉടൻ തന്നെ സ്വതന്ത്രമായ ഒരു സ്ഥലത്ത് ഇന്ത്യയുമായി ചർച്ച നടത്തണമെന്നും റുബിയോ പറഞ്ഞു. എന്നാൽ ജൂലൈ 25 ഞാനും റുബിയോയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഉഭയകക്ഷി കാര്യം മാത്രമാണെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നാണ് ധർ പറഞ്ഞത്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനു പിന്നാലെ നടന്ന ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചത് തന്റെ മധ്യസ്ഥതയിലാണെന്ന് ട്രംപ് പലകുറി അവകാശപ്പെട്ടിരുന്നു. ഈ വാദങ്ങളെയെല്ലാം ഇന്ത്യ തള്ളുകയും ചെയ്തിരുന്നു. അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന് ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തോട് $1500 കോടി $1.33 ലക്ഷം കോടിയോളം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പത്രത്തിനും ഫോർ മാധ്യമപ്രവർത്തകർക്കുമെതിരെയാണ് ട്രംപ് കേസ് ഫയൽ ചെയ്തത്. 2024 തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും ഒരു പുസ്തകവും വസ്തുതാവിരുദ്ധവും തന്നെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടതുമായിരുന്നുവെന്ന് ഫ്ലോറിഡ ഡിസ്ട്രിക്ട് കോർട്ടിൽ നൽകിയ പരാതിയിൽ ട്രംപ് പറയുന്നു. തീവ്ര ഇടത് ഡെമോക്രാറ്റ് പാർട്ടിയുടെ മുഖപത്രമായി പ്രവർത്തിച്ച് കാലങ്ങളായി നുണകൾ പടർത്തുകയാണ് പത്രമെന്നും ട്രംപ് ആരോപിച്ചു. ഇന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശവും ദുഷിച്ചതുമായ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനെതിരെ മാനനഷ്ടക്കേസ് നൽകാനുള്ള അവസരമുണ്ടായി എന്ന് ട്രംപ് എക്സിൽ പറഞ്ഞു. തന്നെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ബിസിനസിനെക്കുറിച്ചും അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ, മാഗ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ന്യൂയോർക്ക് ടൈംസ് നുണകൾ പടർത്തിയെന്ന് ട്രംപ് പറഞ്ഞു. ചാർലി കർക്ക് കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി ടെയ്ലർ റോബിൻസനെതിരെ ചുമത്തിയിരിക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. കർക്കിന്റെ കൊലപാതകം അമേരിക്കയുടെ ദുരന്തമാണെന്ന് യൂട്ട കൌണ്ടി അറ്റോർണി ജെഫ് ഗ്രേ പറഞ്ഞു. ആസൂത്രിതമായ കൊലപാതകം, തോക്കിന്റെ ദുരുപയോഗം, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ സ്വാധീനിക്കൽ, കുട്ടികൾക്കു മുന്നിൽ വെച്ച് കൊലപാതകം തുടങ്ങി 7 കുറ്റങ്ങളാണ് റോബിൻസനെതിരെ ചുമത്തിയത്. വൈകാരിക പ്രതികരണവുമായി ചാർലി കർക്കിന്റെ ഭാര്യ കൊലപാതകത്തിനു മുൻപ് റോബിൻസൺ റൂംമേറ്റും പ്രണയത്തിനുമായ ട്രാൻസ്ജെൻഡറിന് എഴുതിയ കുറിപ്പും കോടതിയിൽ ഹാജരാക്കി. ചെയ്യുന്ന കാര്യം എന്തായാലും നിർത്തി കീബോർഡിന് താഴെ നോക്കുക എന്ന് റോബിൻസൺ സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു. ചാർലി കർക്കിനെ കൊല്ലാനുള്ള അവസരമുണ്ട്, ഞാനത് ഉപയോഗിക്കാൻ പോകുന്നു എന്നായിരുന്നു കുറിപ്പ്. നീ തമാശ പറയുകയാണെന്ന് കുറിപ്പ് വായിച്ചതിനു ശേഷം സുഹൃത്ത് തിരിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ രഹസ്യം മരിക്കുന്നതുവരെ സൂക്ഷിക്കാനാകുമെന്നാണ് കരുതിയതെന്നും നിന്നെയും ഇതിലേക്ക് വലിച്ചിഴച്ചതിൽ ക്ഷമിക്കണമെന്നും റോബിൻസൺ പറയുന്നുണ്ട്. തനിക്കു പകരം മറ്റേതോ വയസ്സനായ വ്യക്തിയെ പോലീസ് പിടിച്ചുവെന്നും തന്നെപ്പോലെ വസ്ത്രം ധരിച്ച ആരെയോ ചോദ്യം ചെയ്യുന്നുണ്ടെന്നും റോബിൻസൺ പറയുന്നു. എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന ചോദ്യത്തിന് അയാളുടെ വെറുപ്പിന്റെ പരമാവധി അനുഭവിച്ചിട്ടുണ്ട്. ചില വെറുപ്പുകൾ അനുവദിച്ചു നൽകാനാകില്ല എന്നാണ് റോബിൻസന്റെ മറുപടി. രാജ്യത്തെ സാധാരണക്കാർക്കും ബിസിനസ് സംരംഭങ്ങൾക്കും വൻ ആശ്വാസം. ചരക്കു സേവന നികുതി സമ്പ്രദായത്തിൽ സമ്പൂർണ്ണ പരിഷ്കാരത്തിന് ബുധനാഴ്ച GST കൌൺസിൽ അംഗീകാരം നൽകി. സാധാരണക്കാരെ കേന്ദ്രീകരിച്ചാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു.
12% 18% സ്ലാബുകൾ ഒഴിവാക്കി. ഇനി മുതൽ 10% 18% എന്നീ 2 സ്ലാബുകളാണുണ്ടാവുക. പുതുക്കിയ GST നിരക്കുകൾ നവരാത്രി ദിനമായ സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. ഒരു ദിവസം നീണ്ട 56ാം GST കൌൺസിൽ യോഗത്തിൽ നിർമ്മല സീതാരാമൻ, കേന്ദ്ര ധനമന്ത്രി പങ്കജ് ചൌധരി, മറ്റ് സെക്രട്ടറിമാർ എന്നിവരും പങ്കെടുത്തു. എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായാണ് എടുത്തതെന്നും ഒരു സംസ്ഥാനത്തിനും അഭിപ്രായ വ്യത്യാസമില്ലെന്നും നിർമ്മല സീതാരാമൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പരിഷ്കരിച്ച GST പ്രകാരം റൊട്ടി മുതൽ ഹെയർ ഓയിൽ, ഐസ്ക്രീമുകൾ വരെയുള്ള സാധാരണ ഉപയോഗ വസ്തുക്കളുടെ വില കുറയും. അതേസമയം വ്യക്തിഗത ആരോഗ്യത്തിനും ലൈഫ് ഇൻഷുറൻസിനും ഇനി നികുതി ഈടാക്കില്ല. ആഡംബര കാറുകൾ, പുകയില, സിഗരറ്റുകൾ തുടങ്ങി തിരഞ്ഞെടുത്ത ചില ഇനങ്ങൾക്ക് 40% പ്രത്യേക സ്ലാബും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഭ്യന്തര ചെലവുകൾ വർദ്ധിപ്പിക്കാനും US താരിഫുകളുടെ സാമ്പത്തിക ആഘാതം കുറയ്ക്കാനും സർക്കാർ ശ്രമിക്കുമ്പോൾ AC തുടങ്ങിയ എല്ലാ വ്യക്തിഗത ഉപയോഗ ഇനങ്ങളും നിരക്കുകുറവിന് വിധേയമാകും. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, ഫാമിലി ഫ്ലോട്ടർ ഉൾപ്പെടെയുള്ളവയ്ക്കും പ്രീമിയം GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ ഇത്തരം പോളിസികൾക്ക് 18% GST ബാധകമായിരുന്നു. പാൽ, പനീർ, പിസ്സ, ബ്രെഡ്, റൊട്ടി എന്നിവയെ GSTയിൽ നിന്നും ഒഴിവാക്കി. വെണ്ണ, നെയ്യ്, ചീസ്, ജാമ്, സോസുകൾ, സൂപ്പുകൾ, പാസ്ത, നംകീനുകൾ, മധുരപലഹാരങ്ങൾ എന്നിവയ്ക്ക് 5% നികുതി ഈടാക്കുന്നത്. 12-18% നിന്നാണിത് കുറച്ചത്. ഡ്രൈ ഫ്രൂട്ട്സ്, ഈത്തപ്പഴം, സിട്രസ് പഴങ്ങൾക്കും 5% നിരക്കിലാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജീവൻ രക്ഷാ മരുന്നുകളായ അഗൽസിഡസ് ബീറ്റ, ഒനാസെംനോജനീം, ഡാർട്ട്മുമാബ്, അലക്ടിനിബ് എന്നിവ ഇനി നികുതിരഹിതമായിരിക്കും. മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ, ബാൻഡേജുകൾ, തെർമോമീറ്ററുകൾ, ഓക്സിജൻ എന്നിവയ്ക്ക് 12-18% പകരം 5% നികുതി ചുമത്തും. കവറേജ് വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വ്യക്തിഗത ലൈഫും ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്കും നികുതി ഒഴിവാക്കും. ഭവന നിർമ്മാണത്തിനും മറ്റ് കെട്ടിട നിർമ്മാണത്തിനും ആവശ്യമായ സിമന്റിന് 28% നിന്നും 18% നികുതി കുറച്ചു. മാർബിൾ, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ, പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ വസ്തുക്കളും 5% മാത്രമാകും. ട്രാക്ടറുകൾ, സൈക്കിളുകൾ, 350 സിസിക്ക് താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾ, ചെറുകാറുകൾ, ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ, ആംബുലൻസുകൾ എന്നിവയ്ക്ക് നികുതി ഇളവ് ലഭിക്കും. പുകയില ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിക്കും. പാൻ മസാല, ഗുഡ്ക, സിഗരറ്റ് എന്നിവയുടെ GST ഇപ്പോൾ 28% നിന്ന് 40% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാർബണേറ്റഡ്, എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, ഫ്രൂട്ട്സ് അടങ്ങിയ ഫിസി ഡ്രിങ്കുകളും 40% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1200 സിസി, 10500 സിസിക്ക് മുകളിലുള്ള എഞ്ചിനുകളുള്ള SUVകൾക്കും വലിയ കാറുകൾക്കും 40% GSTയാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 350 സിസിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾ, വാച്ചുകൾ, സ്വകാര്യ വിമാനങ്ങൾ, റിവോൾവറുകൾ, പിസ്റ്റളുകൾ എന്നിവയും 40%ആകും. കൽക്കരി, ലിഗ്നൈറ്റ്, പീറ്റ് എന്നിവയ്ക്ക് 5% നികുതിയിൽ നിന്ന് 28% നികുതി ഈടാക്കും. ഡീസലുമായി കലർത്താത്ത ബയോഡീസൽ 12% നിന്ന് 18% ഉയർന്നു. 2500 രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, ഉയർന്ന മൂല്യമുള്ള കോട്ടൺ ക്വിൽറ്റുകൾ എന്നിവയും 28% വരെ വില ഉയരും. അൺകോട്ടഡ് ക്രാഫ്റ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള ചില പേപ്പർ ഉൽപ്പന്നങ്ങൾക്ക് ഇനി 18% GST ബാധകമാകും. പാൻ മസാല, ഗുഡ്ക, സിഗരറ്റ്, സർദ പോലുള്ള ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, ഉൽപ്പാദിപ്പിക്കാത്ത പുകയില, ബീഡി എന്നിവ ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പുതിയ നിരക്കുകൾ സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. സാധാരണക്കാരെ കേന്ദ്രീകരിച്ചാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നും മിക്ക കേസുകളിലും നികുതി നിരക്കുകൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നുവെന്നും സീതാരാമൻ പറഞ്ഞു. ഇപ്പോഴുള്ള GST നിരക്ക് തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾക്ക് മികച്ച പിന്തുണ നൽകിയിട്ടുണ്ട്. കൂടാതെ കൃഷി, ആരോഗ്യ വ്യവസായങ്ങൾക്കും നിരക്ക് ഗുണം ചെയ്യുമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ചാലക ശക്തികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാന ധനമന്ത്രിമാരും സാധാരണക്കാർക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നുവെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഗാസ പിടിച്ചെടുക്കാനായി ഇസ്രയേലിന്റെ കടുത്ത നീക്കം. ഓപ്പറേഷൻ ഗിദയോൺ ചാരിയറ്റ്സ് 2 എന്ന പേരിൽ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇതിനായി ഗാസ സിറ്റിയിൽ വിപുലമായ സൈനിക നടപടി ആരംഭിച്ചതായും താമസക്കാർ ഉടൻ പ്രദേശം വിട്ടുപോകണമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. ഗാസയുടെ ഭൂപടം മാറ്റിയെഴുതുന്ന തരത്തിലായിരിക്കും IDFന്റെ നീക്കമെന്നാണ് സൂചന. ഇത് വ്യക്തമാക്കുന്ന വീഡിയോയും IDF പുറത്തുവിട്ടു. ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേൽ നിയന്ത്രിത പ്രദേശമായി ഗാസയെ മാറ്റുമെന്നും നിലവിലെ ഗാസയുടെ ഭൂപടം ചുരുങ്ങി തീരത്തെ ഒരു ചെറിയ തുരുത്താക്കി മേഖലയെ മാറ്റുമെന്നുമാണ് IDFന്റെ ഭീഷണി. യുദ്ധപ്രഖ്യാപനത്തിനു പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 68 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ സൈനികർ നേരിട്ടെത്തിയാണ് വെടിവയ്പ് നടത്തിയതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ സൈനിക സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായാണ് കരയുദ്ധം ആരംഭിച്ചതെന്നും ഗാസ നിവാസികൾ തെക്കോട്ടേക്ക് മാറിപ്പോകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഗാസ കത്തിയെരിക്കുമെന്ന പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇസ്രയേൽ സൈനിക വക്താവ് അവിജയ അദ്രേയി കരയുദ്ധം തുടങ്ങിയതായുള്ള പ്രഖ്യാപനം നടത്തിയത്. അതിനിടെ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രയേൽ പൗരന്മാരുടെ കുടുംബം കരയുദ്ധം ആരംഭിച്ച തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് തടിച്ചുകൂടിയ കുടുംബാംഗങ്ങൾ ഗാസ സിറ്റിയിലെ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന് നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു. നെതന്യാഹുവിന്റെ വീടിനു പുറത്ത് ടെന്റുകൾ കെട്ടിയാണ് പ്രതിഷേധം. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ 48 ഇസ്രയേലികളെയാണ് ഇനി തിരികെ എത്തിക്കാനുള്ളത്. ഇതിൽ 20 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ 2 വർഷമായി നടത്തുന്ന ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ 65,000 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫും സൈനിക മേധാവി അസീം മുനീറും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചന.
സെപ്റ്റംബർ 25-ന് UN പൊതുസഭാ സമ്മേളനത്തിനിടെയാവും കൂടിക്കാഴ്ചയെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലെ പ്രളയം മുതൽ ഖത്തറിലെ ഇസ്രയേൽ ആക്രമണം വരെ ചർച്ചാവിഷയമാകുമെന്നും ഇന്ത്യ-പാക് ബന്ധത്തിലെ ഉലച്ചിലുകളും ചർച്ച ചെയ്യപ്പെട്ടേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പാക് സേനയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസോ വാഷിംഗ്ടണിലെ പാക് എംബസിയോ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അസീം മുനീറിന്റെ തുടർച്ചയായ US സന്ദർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളെന്നാണ് വിവരം. കൂടിക്കാഴ്ച US-പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമോ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത്. ഏറെക്കാലത്തെ നയതന്ത്രപരമായ അകൽച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ജൂണിൽ അസീം മുനീറിനെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതോടെയാണ് US പാകിസ്ഥാനുമായി വീണ്ടും അടുപ്പം കാട്ടിത്തുടങ്ങിയത്. മുനീറിന്റെ സന്ദർശനത്തിന് പിന്നാലെ പാകിസ്ഥാനുമായി US വ്യാപാര കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഭീകരൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടത് ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യൻ സൈന്യം നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിലാണെന്ന് സ്ഥിരീകരിച്ച് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്. ജെയ്ഷെ കമാൻഡർ മസൂദ് ഇല്യാസ് കാശ്മീരിയാണ് ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യൻ സൈന്യം മസൂദിന്റെ കുടുംബാംഗങ്ങൾ താമസിച്ചിരുന്ന ഒളിത്താവളത്തിലേക്ക് അപ്രതീക്ഷിത ആക്രമണം നടത്തി ബന്ധുക്കളെ വധിച്ചുവെന്നും സ്ഥിരീകരിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലാണ് ഇല്യാസ് കാശ്മീരിയുടെ തുറന്നുപറച്ചിൽ. ഈ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി ഞങ്ങൾ ഡൽഹി, കാബൂൾ, കാണ്ഡഹാറുമായി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മെയ് 7-ന് ബഹാവൽപൂരിൽ ഇന്ത്യൻ സൈന്യം അപ്രതീക്ഷിതമായി ആക്രമണം നടത്തി മസൂദിന്റെ കുടുംബാംഗങ്ങളുടെ ശരീരം ആക്രമണത്തിൽ ചിന്നിച്ചിതറിയെന്ന് മുഹമ്മദ് ഇല്യാസ് കാശ്മീരി പറഞ്ഞു. ആയുധധാരികളായ ജെയ്ഷെ കമാൻഡർമാരുടെ സുരക്ഷയിലാണ് ഇല്യാസ് കാശ്മീരി ഇക്കാര്യം ഒരു സദസ്സിനോട് വെളിപ്പെടുത്തിയത്. പാകിസ്ഥാനിലെ 12ാമത്തെ വലിയ നഗരമാണ് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ട ബഹാവൽപൂർ. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ഉസ്മാൻ അലി ക്യാമ്പസും ഈ നഗരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബഹാവൽപൂരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മസൂദിന്റെ മൂത്ത സഹോദരി, ഭർത്താവ് അനന്തരവൻ, ഭാര്യ അനന്തരവടി, 5 കുട്ടികൾ എന്നിവരുൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടുവെന്ന് അസർ തന്നെ സമ്മതിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മസൂദിന്റെ 3 അടുത്ത അനുയായികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ മസൂദിന്റെ ഭാര്യ സഹോദരൻ മുഹമ്മദ് യൂസഫ് അസർ കൊല്ലപ്പെട്ടിരുന്നു. 1999-ലെ കാണ്ഡഹാർ വിമാനം രാഞ്ചൽ സംഭവത്തിലെ പ്രധാനിയായിരുന്ന മുഹമ്മദ് യൂസഫ്. ഇന്ത്യ ഏറെക്കാലമായി തെരയുന്ന മുഹമ്മദ് യൂസഫിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഉസ്താദ്ജി എന്നറിയപ്പെട്ടിരുന്ന യൂസഫ് അസ്ഹറിന് ജെയ്ഷെ ഭീകരർക്ക് ആയുധ പരിശീലനം നൽകുന്നതിലും ജമ്മു കാശ്മീരിൽ നടന്ന 1-ലധികം ഭീകരാക്രമണങ്ങളിലും നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരി നേരെ പാകിസ്ഥാനിലെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതായും 46 പേർക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ട്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം പ്രത്യാഘാതം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട പ്രത്യാഘാതത്തിൽ ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി പങ്കെടുത്തിരുന്നു. പാകിസ്ഥാനിലെ ബഹാവൽപൂർ, കോട്ട്ലി, മുരീഡിക്കെ എന്നിവിടങ്ങളിലെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ, ഹിസ്ബുൽ മുജാഹിദീൻ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. റഷ്യൻ എണ്ണയ്ക്ക് പുറമെ തിരുപ്പോരിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ഇപ്പോൾ ചോളത്തെയും ആയുധമാക്കുകയാണ് US. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് US അധികൃതർ ഇന്ത്യ തങ്ങളുടെ ചോളം വാങ്ങുന്നില്ലെന്ന ആരോപണമുയർത്തിയത്. ഇനിയും തുറന്നുകിട്ടാത്ത ഇന്ത്യൻ കാർഷിക മേഖലയിൽ അമേരിക്കയ്ക്കുള്ള കണ്ണു വ്യക്തമാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന 10 രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യ എന്തിന് US-ൽ നിന്ന് ചോളം വാങ്ങണം? ഇന്ത്യക്ക് ചോളം ആശങ്കയില്ലാതെ വിൽക്കണമെന്ന US-ന്റെ നിലപാടിന് പിന്നിൽ 2 കാരണങ്ങളാണുള്ളതെന്ന് പ്രമുഖ നിരീക്ഷകർ പറയുന്നു. ഒന്ന്, അവരുടെ ചോളത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായിരുന്നു ചൈന. ട്രംപിന്റെ തീരുവ യുദ്ധത്തിനു പിന്നാലെ ചൈന അവരുടെ വിപണി അടച്ചതോടെ ചോളത്തിന് പുതിയ വിപണി കണ്ടെത്താൻ US നിർബന്ധിതരായി. അതാണ് ഇന്ത്യക്ക് ആവശ്യമില്ലെങ്കിലും ഞങ്ങളുടെ ചോളം വാങ്ങട്ടെ എന്ന US നിലപാടിന് കാരണം. US-ന്റെ ഏറ്റവും വലിയ കാർഷിക കയറ്റുമതി ഉൽപ്പന്നങ്ങളിലൊന്നാണ് ചോളം. ലോകത്തിലാകെ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ 30% US-ലാണ്. അതേസമയം ഇന്ത്യ ഒരു ഘട്ടത്തിൽ ചോളം കയറ്റുമതി ചെയ്ത രാജ്യമായിരുന്നു. ഇന്ത്യയുടെ വിസ്പത്തി ആ സമയത്ത് സ്വന്തമാക്കാൻ US-ന്റെ തന്ത്രമായിരുന്നുവോ? ഇത് നമുക്ക് വിശകലനം ചെയ്തു നോക്കാം. US-ഉം ചൈനയും തിരുവാപ്പേരിൽ വ്യാപാര യുദ്ധത്തിലാണ്. ഇതോടെ അമേരിക്കൻ വിളകൾക്ക് ചൈനയിൽ നിന്നുണ്ടായിരുന്ന ഓർഡറുകൾ വൻതോതിൽ കുറഞ്ഞു. 2020-21-ൽ US ചോളം കയറ്റുമതിയുടെ 31% ചൈനയിലേക്കായിരുന്നു. എന്നാൽ 2024-25 ആയപ്പോഴേക്കും ഇത് 6% മാത്രമായി. ചൈന ചോളത്തിന് ബ്രസീലിനെ കൂടുതലായി ആശ്രയിക്കുകയും ചെയ്തു. ചോളം വിൽക്കാനുള്ള വിപണികൾ കുറഞ്ഞുകൊണ്ടിരിക്കെയാണ് ഇന്ത്യയിലേക്ക് ചോളം കയറ്റുമതി ചെയ്യാൻ US സമ്മർദ്ദം ചെലുത്തുന്നത്. രോഗികളെ കൊണ്ട് ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങിപ്പിക്കുന്നത് സർക്കാർ നയമല്ലെന്നും അത്തരം സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളിൽ നിന്നും പണം വാങ്ങി ചികിത്സ നൽകിയതായി അന്വേഷണ സമിതി കണ്ടെത്തിയെന്നും സർക്കാർ ഇതിനെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഉപകരണങ്ങൾ വാങ്ങുന്ന നടപടിക്രമങ്ങളിൽ ഫിനാൻഷ്യൽ ക്യാപ്പ് ഉയർത്തുന്നതുൾപ്പെടെ കാലോചിതമായ മാറ്റങ്ങൾ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു.
ആരോഗ്യവകുപ്പിലെ സിസ്റ്റം 10 വർഷമായിട്ടും ശരിയായില്ലേ എന്ന് പ്രതിപക്ഷം ചോദിച്ചു. വകുപ്പിന് കപ്പിത്താനില്ലാത്ത അവസ്ഥയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പഞ്ഞിവരെ വാങ്ങി നൽകേണ്ട ഗതികേടിലാണ് രോഗികളെന്നും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിയാൽ മെഡിക്കൽ കോളേജ് ആകുമോരെന്നും പ്രതിപക്ഷം ചോദിച്ചു. അതേസമയം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ദൗത്യമെന്ന് രാഹുൽ മാങ്കുട്ടത്തിനെ പരോക്ഷമായി പരാമർശിച്ച വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളിൽ സംവാദത്തിന് തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവിനെ അതിനായി ക്ഷണിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മൂത്രാശയ കല്ലുപൊടിക്കുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന ഉപകരണം രോഗികളിൽ നിന്നും പണം ഈടാക്കി വാങ്ങുന്നതായി കണ്ടെത്തിയതായി പരാമർശിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല. രോഗികളിൽ നിന്നും പണം ഈടാക്കി ഫ്ലെക്സിസ്കോപ്പ് വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അങ്ങനെ വാങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ വകുപ്പ് മെഡിക്കൽ കോളേജ് അധികൃതരെ നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം. ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്നും പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 373.36 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും 81.82 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അർഹരായിട്ടുള്ള രോഗികൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം 1498 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത്. കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയസംബന്ധമായ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. 2024 മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ 6.5 ലക്ഷം പേർ സൗജന്യ ചികിത്സ തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിൽ മദ്യലഹരിയിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ. മലപ്പുറം കീഴ്ശ്ശേരി തൃപ്പനച്ചി സ്വദേശി അബൂബക്കർ സിദ്ദിഖാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 സംഭവം. സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ട വാഹനത്തിന്റെ ചില്ല് ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയായിരുന്നു. മുക്കത്തെ ഒരു ബാറിൽ തിങ്കളാഴ്ച അബൂബക്കർ സിദ്ദിഖ് സുഹൃത്തുമൊത്ത് മദ്യപിച്ചിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഇയാളുടെ ബൈക്കിന്റെ ചാവി കൊടുക്കാത്തതിനെക്കുറിച്ച് മറ്റൊരു സുഹൃത്തുമായി ബാറിന് മുന്നിൽ ചെറിയ തർക്കമുണ്ടായി. മദ്യലഹരിയിലായതിനാലാണ് ഇയാൾക്ക് സുഹൃത്ത് ബൈക്കിന്റെ ചാവി കൊടുക്കാതിരുന്നത്. തുടർന്ന് അബൂബക്കർ സിദ്ദിഖ് മുക്കം പോലീസ് സ്റ്റേഷനിലെത്തി ഇതിൽ പരാതി നൽകി. ചാവി പുലർച്ചെ നൽകാമെന്ന് പറഞ്ഞ് പോലീസ് ഇയാളെ പറഞ്ഞയച്ചു. എന്നാൽ ഇന്ന് പുലർച്ചെ കരിങ്കല്ലുമായി പോലീസ് സ്റ്റേഷനിലെത്തി അബൂബക്കർ സിദ്ദിഖ് ഭീഷണി മുഴക്കി. പോലീസ് സംയമനം പാലിച്ച് ഇയാളെ ശാന്തരാക്കി മടക്കി അയച്ചു. വീണ്ടും എത്തിയ ഇയാൾ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട പോലീസ് വാഹനത്തിന്റെ ഡ്രാസ് കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചു തകർത്തു. ഇതോടെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. വാഹനത്തിന് 5000 രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് വിലയിരുത്തൽ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂരിൽ രോഗിയുമായി പോയ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ പെരളശ്ശേരിയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. ഉരുറുച്ചാലിൽ നിന്നും രോഗിയുമായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പെരളശ്ശേരിയിൽ വെച്ച് ബൈക്കിന് ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. റോഡരികിൽ നിർത്തിയിട്ട കാറിലും ആംബുലൻസ് ഇടിച്ചു. 10ാം ക്ലാസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് വന്തടുക്കയിൽ 10ാം ക്ലാസ്സുകാരിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ദേവിക 16 വയസ്സിനെ ഇന്ന് രാവിലെ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ്. ബന്തടുക്ക ഗ്രാമീണ ബാങ്കിന് സമീപം ഹോട്ടൽ നടത്തുന്ന സവിതയുടെ മകളാണ് ദേവിക. ബാലസംഘം ബന്തടുക്ക വില്ലേജ് പ്രസിഡന്റായിരുന്നു ദേവിക. ബെടകം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആത്മഹത്യക്കുള്ള കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഏഷ്യാകപ്പിലെ ഇന്ത്യ-പാക് മത്സരത്തിൽ പുകഞ്ഞ ഹസ്തദാന വിവാദം പുതിയ തലത്തിലേക്ക്. ഏഷ്യാകപ്പിൽ ഫൈനലിലെത്തിയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മോഹ്സിൻ നഖ്വിയെ ടീം ഇന്ത്യ ബഹിഷ്കരിക്കുമെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ നർക്കോട്ടിക് കൺട്രോൾ മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനുമാണ് നഖ്വി. ഏഷ്യാകപ്പ് ജേതാക്കൾക്ക് ട്രോഫി സമർപ്പിക്കേണ്ടത് നഖ്വി ആയിരിക്കുമെന്നാണ് സൂചകൾ. ഫൈനലിലെത്തിയാൽ നഖ്വിയുമായി ടീം ഇന്ത്യ വേദി പങ്കിടില്ല എന്ന് PTI റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാത്ത ഇന്ത്യയുടെ നിലപാടിന്റെ തുടർച്ചയാണിത്. ഇപ്പോഴത്തെ നിലപാടിൽ ഇന്ത്യയ്ക്ക് മറിച്ചൊരു കാര്യം സാധിക്കില്ല. സെപ്റ്റംബർ 28-നാണ് ഏഷ്യാകപ്പ് ഫൈനൽ. ഇന്ത്യ സൂപ്പർ 4ലേക്ക് സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. UAEക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചാൽ സൂപ്പർ 4ൽ വീണ്ടും ഇന്ത്യ-പാക് മത്സരമുണ്ടാകും. ഇവിടെയും പാകിസ്ഥാനെ അവഗണിക്കുന്നതായിരിക്കും ഇന്ത്യയുടെ നിലപാട്. മത്സരത്തിൽ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതിരുന്ന ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനെ ചൊടപ്പിച്ചിരുന്നു. പ്രതിഷേധത്തിനും പരാതിക്കും പിന്നാലെ ബഹിഷ്കരണ ആഹ്വാനമാണ് അവസാനത്തേക്ക്. മാച്ച് റഫറിയായിരുന്ന ആൻഡി പൈക്രോഫ്റ്റിനെ റഫറി പാനലിൽ നിന്നും പുറത്താക്കണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഏഷ്യാകപ്പ് ബഹിഷ്കരിക്കുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ടോസിന് ശേഷം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവുമായി ഹസ്തദാനം ചെയ്യേണ്ട എന്ന പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗയോട് ആൻഡി പൈക്രോഫ്റ്റ് നിർദ്ദേശിച്ചുവെന്നാണ് പാകിസ്ഥാൻ ആരോപണം. മാച്ച് റഫറി അധികാരം ദുരുപയോഗം ചെയ്തുവെന്നും ഒരു ടീമിന് അനുകൂലമായ നിലപാടെടുത്തുവെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആരോപിച്ചു.
അതിനാൽ ആൻഡി പൈക്രോഫ്റ്റിനെ റഫറി പാനലിൽ നിന്നും പുറത്താക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. ഖത്തറിനെ ഇസ്രയേൽ ഇനി ആക്രമിക്കില്ലെന്നും ഇക്കാര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പു നൽകിയെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. മുഴുവൻ ബന്ധികളെയും ഉടൻ മോചിപ്പിക്കണമെന്നും ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഹമാസിനെ ലക്ഷ്യമിട്ട് വിദേശത്തെ ഇനിയും ആക്രമണം നടത്തുമായിരിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട്, അത് അതിർത്തി കടന്നും ഉപയോഗിക്കും. ഹമാസിന് ഒരിടത്തും സംരക്ഷണമില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിനെതിരെ ട്രംപും കടുത്ത നിലപാടെടുത്തിട്ടുണ്ട്. ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹമാസിനെ തകർക്കുമെന്നാണ് അമേരിക്കയും പറഞ്ഞുവെക്കുന്നത്. ഫലസ്തീൻ ജനതയ്ക്കെതിരായുള്ള ഇസ്രായേലിന്റെ നടപടികൾ തടയാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി നിലപാടെടുത്തിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞയാഴ്ച ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത അറബ് ലീഗ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നിവയുടെ ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവനയിലാണ് രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് നിലപാട് പറഞ്ഞത്. അതേസമയം ഖത്തറിനെ ആക്രമിക്കുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നെതന്യാഹുവിന്റേതാണെന്നും ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ല എന്നും ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ബന്ദികൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഹമാസിനെ തകർക്കുമെന്നും അമേരിക്കയും പറയപ്പെട്ടു. ഫലസ്തീൻ ജനതയ്ക്കെതിരായുള്ള ഇസ്രായേലിന്റെ നടപടികൾ തടയാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി നിലപാടെടുത്തിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞയാഴ്ച ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത അറബ് ലീഗ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നിവയുടെ ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവനയിലാണ് രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ ട്രംപ് നിലപാട് പറഞ്ഞതും ഖത്തറിലെ ആക്രമണം നടത്തുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നെതന്യാഹുവിന്റേതാണെന്നും ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ല എന്നും ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹമാസിനെ തകർക്കുമെന്നും അമേരിക്കയും പറഞ്ഞുവെക്കുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുകയാണ് വേണ്ടത് എന്നും ട്രംപ് പറഞ്ഞു. ആക്രമണത്തെക്കുറിച്ച് യുഎസ് സൈന്യം അറിയിച്ചപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നുവെന്നും അമേരിക്കയുടെ സഖ്യമായ ഖത്തറിൽ ഇസ്രായേൽ ഏകപക്ഷീയമായ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നടത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരമൊരു ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകാനായി ഖത്തർ പ്രധാനമന്ത്രിയുമായും അമീറുമായും ഫോണിൽ സംസാരിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കി. ഹമാസ് നേതാക്കൾ നിന്നിരുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് ഇസ്രായേലിന്റെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ദോഹ ആക്രമണത്തെക്കുറിച്ച് നെതന്യാഹുവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകൻ ട്രംപിനോട് ചോദിച്ചപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്നതാണ് എന്റെ സന്ദേശമെന്നാണ് മറുപടി. അവർ ഹമാസിനെതിരെ ചെയ്യട്ടെ, പക്ഷേ ഖത്തർ അമേരിക്കയുടെ മഹത്തായ സഖ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ ഥാനിയുമായി ട്രംപ് അത്താഴവിരുന്നിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം അത്ഭുതകരമായ വ്യക്തിയാണെന്നും ട്രംപ് പറഞ്ഞു. ആളുകൾ ഖത്തറിനെക്കുറിച്ച് വളരെ മോശമായി പറയുന്നത് ഒഴിവാക്കാൻ മികച്ച പബ്ലിക് റിലേഷൻ സംവിധാനം ഖത്തർ ഉണ്ടാക്കണമെന്നും ട്രംപ് പറഞ്ഞു.